ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി ക്രിസ്പി ചിക്കൻ ലോലിപോപ്പ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ലോലിപോപ്പ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചിക്കൻ ലോലിപോപ്പിൻ്റെ ആകൃതിയിൽ കടയിൽ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഇത് കട്ട് ചെയ്ത് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി ഞാനിത് കഴുകിയെടുത്തതാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒരു സ്പൂണ് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചിക്കനിലുള്ള ബ്ലഡൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടാനാണ്, നല്ല വെള്ള കളറിൽ കിട്ടാനാണ് ഇങ്ങനെ ഒരു 10 മിനിറ്റ് നേരം നമ്മൾ കുതിർത്ത് വെക്കുന്നത്. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരം സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചിക്കനൊക്കെ നല്ല വെളുത്ത കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം. ലോലിപോപ്പിന് നല്ല കളർ കിട്ടാനാണ് കാശ്മീരി മുളക് പൊടി എടുക്കുന്നത്. 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയ സോസ്, കുറച്ച് മല്ലിയില, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായി പിടിക്കത്തക്ക രീതിയിൽ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട അടിച്ച് ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. നിങ്ങൾക്ക് ഈ മസാല പുരട്ടിയതിന് ശേഷം നേരിട്ട് തന്നെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ ഒരു 15 അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മിക്സ് ചെയ്ത ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. നമുക്ക് ചിക്കൻ വെന്ത് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൽ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നതെല്ലാം ആർട്ടിഫിഷ്യൽ കളർ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഇത്രയും റെഡ് കളറിൽ നമുക്ക് ലഭിക്കുന്നത്. ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കുറച്ച് സവാള വെച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.